രാജസ്ഥാനിലെ ജയ്സാൽമീർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റിന് പോലും ഒരു വിചിത്രമായ ഭാരമുള്ളതുപോലെ തോന്നും. ആ മണൽക്കാറ്റ് നമ്മളോട് വിളിച്ചു പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രഹസ്യമാണ്. ഒരു രാത്രി കൊണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ ഒന്നിച്ച് അപ്രത്യക്ഷമായ ഒരു ഗ്രാമത്തിൻ്റെ കഥ. കുൽദാര, ഇന്ത്യയിലെ ഏറ്റവും ഭീതിജനകമായ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടങ്ങളിലൊന്ന്. തകർന്നടിഞ്ഞ ചുവരുകളും മേൽക്കൂരയില്ലാത്ത വീടുകളും വിജനമായ തെരുവുകളും മാത്രമുള്ള ഒരിടം. കഴിഞ്ഞ 200ഓളം വർഷങ്ങളായി ഇവിടം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ മനുഷ്യരില്ല, ജീവൻ്റെ തുടിപ്പുകളില്ല, ശാപത്തിൻ്റെ നിഴൽ മാത്രം. എന്നാൽ കുൽദാര എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല. 12ാം നൂറ്റാണ്ടിൽ പൽവാൾ ബ്രാഹ്മണർ നിർമ്മിച്ച അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ഇത്. കൃഷിയിലും കച്ചവടത്തിലും അങ്ങേയറ്റം മിടുക്കരായിരുന്ന അവർ ഈ മണലാരണ്യത്തെ ഒരു സ്വർഗമാക്കി മാറ്റി. ശാസ്ത്രീയമായി നിർമ്മിച്ച വീടുകളും ജലസംരക്ഷണ സംവിധാനങ്ങളുമൊക്കെയായി 84 ഗ്രാമങ്ങളുടെ കേന്ദ്രമായിരുന്നു കുൽദാര. ഐശ്വര്യവും സന്തോഷവും മാത്രം നിറഞ്ഞ ഒരു കാലം. പക്ഷേ ആ സന്തോഷത്തിന് അധിക നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിലേക്ക് ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ കണ്ണു പതിഞ്ഞു. ജയ്സാൽമീറിലെ ദിവാനായിരുന്ന സലിം സിംഗ്, ക്രൂരതയ്ക്കും അഹങ്കാരത്തിനും പേരുകേട്ട മനുഷ്യൻ. ഒരിക്കൽ കുൽദാര സന്ദർശിച്ച സലിം സിംഗിൻ്റെ കണ്ണ് ഗ്രാമത്തലവൻ്റെ സുന്ദരിയായ മകളുടെ മേൽ പതിഞ്ഞു. അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. വഴങ്ങിയില്ലെങ്കിൽ ഗ്രാമം മുഴുവൻ നശിപ്പിക്കുമെന്നും ഭീമമായ നികുതി ചുമത്തുമെന്നുമായിരുന്നു ഭീഷണി. തീരുമാനമെടുക്കാൻ അവൻ അവർക്ക് ഒരു രാത്രിയുടെ സമയം നൽകി. ബ്രാഹ്മണർക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ആ ക്രൂരന് മുന്നിൽ തലകുനിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ എല്ലാം ഉപേക്ഷിക്കുക. അവർ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. ആ കറുത്ത രാത്രിയിൽ കുൽദാരയിലെയും ചുറ്റുമുള്ള 83 ഗ്രാമങ്ങളിലെയും മനുഷ്യർ ഒരൊറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ വീടുകളും സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് പടിയിറങ്ങി. അവർ എങ്ങോട്ടാണ് പോയത്, എങ്ങനെയാണ് പോയത്, ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ പോകുന്നതിന് മുൻപ് ആ മനുഷ്യർ തങ്ങളെ കണ്ണീര് കുടിപ്പിച്ച ആ മണ്ണിൽ ഒരു ശാപം അവശേഷിപ്പിച്ചു. ഇനി ഈ മണ്ണിൽ ഒരു മനുഷ്യൻ പോലും ജീവിക്കരുത്. ഇവിടെ വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർ ഇവിടെ തന്നെ തകർന്നടിയണം. അതെ, ആ ശാപം ഇന്നും നിലനിൽക്കുന്നു. അതിനുശേഷം ആ ഗ്രാമത്തിൽ താമസിക്കാൻ ശ്രമിച്ചവർക്കൊന്നും നല്ലൊരു ഭാവി ഉണ്ടായിട്ടില്ല. ദുരൂഹമായ മരണങ്ങളും അദൃശ്യ ശക്തികളുടെ സാന്നിധ്യവും കാരണം ആളുകൾ ഇവിടം എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഈ പ്രദേശം. പകൽ സമയത്ത് സഞ്ചാരികൾക്ക് ഇവിടെ വരാം, പക്ഷേ സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാൻ ആർക്കും അനുവാദമില്ല. രാത്രിയായാൽ കുൽദാരയുടെ കവാടങ്ങൾ അടയും. പിന്നെ ആ മണ്ണിൽ നിഗൂഢതകൾ മാത്രമായിരിക്കും. പകൽ വെളിച്ചത്തിൽ ഇതൊരു വെറും വിനോദസഞ്ചാര കേന്ദ്രമായി തോന്നാം. എന്നാൽ ഇവിടുത്തെ തകർന്ന ചുവരുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കാറ്റിൽ ഇപ്പോഴും ആരോ നമ്മളോട് സംസാരിക്കുന്നതായി തോന്നും. ആരോ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ ഒരനുഭവമുണ്ടാകും. അത് വെറും തോന്നലാണോ, അതോ അന്ന് രാത്രി സ്വന്തം മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ആ മനുഷ്യരുടെ ആത്മാക്കളുടെ സാന്നിധ്യമാണോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി കുൽദാര ഇന്നും അവശേഷിക്കുന്നു, കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ഒരു ശാപത്തിൻ്റെ പ്രതീകമായി.